എല്ലാവർക്കും ഷെറീസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു അടിപൊളി ഇടിച്ചക്കയും തോരൻ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ ഇതേ നമ്മളൊരു ഇടിച്ചക്കയുടെ ഒരു പീസ് എടുത്ത് വെച്ചിട്ടാ, ബാക്കി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതും വെച്ചിട്ട് ഒരു തോരൻ ഉണ്ടാക്കിയാലോ. അടിപൊളി തോരൻ ഉണ്ടാക്കാൻ പോണ കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീഡിയോസ് ഒക്കെ ഇഷ്ടമാവെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടെ അമർത്തിക്കോളൂ. എന്നാലാണ് ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ. അപ്പൊ നമുക്ക് അത് ഉണ്ടാക്കാല്ലേ, എങ്ങനെ നോക്കിയൊക്കെ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഈ മറ്റേ എന്താ പറയാ, ഒരു ഒട്ടിപ്പിടിക്കുന്ന സാധനമില്ല, എനിക്ക് അതിൻ്റെ പേരൊന്നും അറിയില്ല കേട്ടാ. അതാണ് ഈ ഇടിച്ചക്ക ഉണ്ടാക്കുമ്പോൾ നമുക്കുള്ള ഒരു റിസ്ക്. അതെല്ലായിടത്തും ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്, വിളഞ്ഞ് അങ്ങനെ എന്തോ പറയില്ലേ, അത് കയ്യിലായാലും പാത്രത്തിലായാലും ഒക്കെ ഒട്ടിപ്പിടിച്ചിരിക്കും. പക്ഷെ നമുക്ക് ഇടിച്ചക്ക എവിടെ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് കൊടുക്കുന്നതാണ്. അപ്പം അതിലൊരു മുറി ഞാൻ തറവാട്ടിക്ക് കൊടുത്തുട്ടാ. ബാക്കി ഞാൻ ഇത്ര മതി നമുക്ക്, ഞാനും മോനും മാത്രമല്ലേ ഉള്ളൂ. അപ്പം നമുക്ക് തോരൻ വെക്കാൻ തന്നെ ധാരാളമാണ്. അപ്പം അത് തോരൻ വെക്കാൻ പോവാണ്. അപ്പം എങ്ങനെ ഉണ്ടാക്കണം നമുക്ക് നോക്കിയാലോ. അപ്പം വരൂട്ടാ, നമുക്ക് നോക്കി നോക്കാം. അപ്പം അതാണ് കേട്ടോ നമ്മൾ ഇടിച്ചക്ക. അപ്പം നമുക്ക് അതിനൊരു കഷ്ണം കട്ട് ചെയ്തെടുത്താണ് ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പം നമുക്കിതൊന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ട് പീസാക്കി എടുക്കണമല്ലേ. അതിൻ്റെ തൊലി ഭാഗമൊക്കെ ചെത്തി കളയണം കേട്ടോ, എന്നിട്ടാണ് പീസാക്കി എടുക്കേണ്ടത്. അപ്പം ഞാൻ അതുപോലെ അത് റൗണ്ടിൽ പീസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ കട്ട് ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ തൊലിയൊക്കെ എടുത്തിട്ട് നമുക്ക് ചെത്തി കളയാനും സുഖമാട്ടാ, കുറച്ച് കട്ടി ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ അത് എല്ലാതും അതേപോലെ ചെത്തി കളയാണ് കേട്ടോ. കത്തിക്കൊക്കെ നല്ല മൂർച്ച വേണം കേട്ടോ, എന്നാലാണ് ചെത്ത എളുപ്പം ഉണ്ടാവുള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇടിച്ചക്ക ഉപ്പേരി ഉണ്ടാക്കിയാൽ, എല്ലാവർക്കും ഇഷ്ടമാവും. പിന്നെ നമ്മളെ നാടൻ ഐറ്റംസ് അല്ലേ ഇതൊക്കെ. ഇപ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതലൊക്കെ ചിക്കനും അതും ഇതൊക്കെ അല്ലേ കഴിക്കുക. പക്ഷേ ഇങ്ങനത്തെ ഐറ്റംസിന് ഒരു പ്രത്യേക ടേസ്റ്റല്ലേ, നമ്മളെ ആരോഗ്യത്തിനും നല്ലതാണ്. അപ്പോൾ നമുക്ക് എല്ലാ തൊലി ഇതേപോലെ കളഞ്ഞ് ചെത്തി സൂപ്പറാക്കി എടുത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഒരു മീഡിയം ലെവലിൽ കട്ട് ചെയ്യുക, അല്ലാതെ ചെറുതായിട്ട് കട്ട് ചെയ്യണ്ട കേട്ടോ. അപ്പോൾ എല്ലാതും ഇതുപോലെ നമുക്ക് ചെത്തി കളയണമല്ലേ. അപ്പോൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരുമല്ലേ എല്ലാതും ചെത്തി കിട്ടണമെങ്കിൽ. പിന്നെ ആരെങ്കിലുമൊക്കെ എൻ്റെ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വെച്ചാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അതേപോലെ തന്നെ എല്ലാവരും വീഡിയോസൊക്കെ ഫുള്ളായി കാണാൻ ശ്രമിക്കണം, ആരും സ്കിപ്പ് ചെയ്ത് കാണരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ കഷ്ണങ്ങളൊക്കെ നുറുക്കിയെടുക്കാം കേട്ടോ. വലിയ വലിയ പീസായിട്ടാണ് നുറുക്കിയെടുക്കുന്നത് കേട്ടോ. നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കല്ല. പിന്നെ അതിൻ്റെ കൂനൊക്കെ കളയണം കേട്ടോ. ചക്കക്കൊരു കൂനുണ്ടാവില്ലേ, അത് കളയണം. ഇപ്പോൾ എല്ലാവരും ഇടിച്ചക്കയുടെ തോരൻ ഉണ്ടാക്കണ തിരക്കിൽ തന്നെ ആവുമല്ലേ. ഇപ്പോൾ ചക്കയുടെ സീസണായി തുടങ്ങിയില്ലേ, ചക്ക മൂക്കാറായിട്ടില്ലല്ലോ. ചില സ്ഥലത്തൊക്കെ മൂത്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇടിച്ചക്ക ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, എപ്പോഴാണ് കിട്ടിയത്. കൈമല അതിൻ്റെ വിളഞ്ഞൊക്കെ ആയിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ വെളിച്ചെണ്ണ പറ്റിയിട്ട് കളഞ്ഞു കേട്ടോ. ഇനി നമുക്ക് കുക്കറിലിട്ടിട്ട് ഒരു ഫിസിലടുപ്പിച്ചെടുക്കാം കേട്ടോ. ഈ ഒരു ലെവലിലാണ് ഞാൻ പീസാക്കിയിട്ടുള്ളത് കേട്ടോ. അരിഞ്ഞെടുക്കാനൊക്കെ കുറേ പണിയല്ലേ, എങ്ങനെ ചെയ്താൽ മതിട്ടോ. അപ്പോൾ സിമ്പിളാണ്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇതൊക്കെ വേവിച്ചെടുത്തു കേട്ടോ. ഇനി നമുക്ക് ഇവനെ വെച്ചിട്ട് ഇതിനൊക്കെ ഒന്ന് ഇടിച്ചെടുക്കണം അല്ലേ. നമ്മൾ ഇടിക്കാനുള്ള ഐറ്റം ഇതാണ് കേട്ടോ. ഇത് വെച്ചിട്ട് ഇടിച്ചെടുത്താൽ മതി, പെട്ടെന്ന് ഇടിയും കേട്ടോ, അധികം പണിയൊന്നുമില്ല. അപ്പോൾ എല്ലാതും നമുക്ക് അതേപോലെ ഇടിച്ച് സെറ്റാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് അരിയാനും നിൽക്കണ്ട, അങ്ങനെ ആക്കുമ്പോൾ പെട്ടെന്ന് പരിപാടി കഴിയും. ഇടിച്ചക്കട തൊലി ചെത്തുന്നത് മാത്രമേ ഉള്ളൂ പിന്നെ ഒരു പണി. അപ്പോൾ എല്ലാതും ഞാൻ അതേപോലെ ഇത് അടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് നാളികേരം ചിരവിച്ചിരുന്നു ഞാൻ, അതും പിന്നെ ലേശം ചെറിയുള്ളിയും പിന്നെ കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചെറിയുള്ളി തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കുറച്ച് ചീനമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒരുപാട് അരഞ്ഞു പോവരുത്. ഇപ്പോൾ ഞാൻ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി ഞാൻ കടുക് പൊട്ടിക്കാൻ പോവുകയാണ്. എണ്ണ നന്നായി ചൂടായിട്ട് ഏകദേശമൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കണ്ടേ. പിന്നെ നമ്മളെ മെയിൻ ഐറ്റം ഉണ്ടല്ലോ കറിവേപ്പില, അത് വിട്ടു പോകരുത്, അതും ഇട്ട് കൊടുക്കണം. പിന്നെ ഞാൻ കുറച്ച് വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, അതും കൂടി ഇട്ട് കൊടുക്കണ്ടേ. വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്താൽ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ് വെളുത്തുള്ളിയുടെ. അപ്പോൾ പിന്നെ ചെറുള്ളി നമ്മൾ നാളികേരം അരക്കണേലിട്ടതല്ല, അപ്പോൾ അത് വേണമെന്നില്ല. ഇനി അതൊക്കെ ഒന്ന് മൂത്ത് സെറ്റായിട്ട് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാമല്ലേ. അപ്പോൾ എന്താണ് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടോ? ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ അഭിപ്രായം പറയൂട്ടാ.
അപ്പോൾ അതൊക്കെ മൂത്ത് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് നമ്മളെ ചക്ക ആദ്യം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ചക്ക അപ്പോൾ നമുക്ക് മുതിര ഇല്ലാതെ ചെയ്യട്ടോ. അപ്പോൾ നമ്മൾ മുതിര വേവിച്ച് വെച്ചിട്ടുണ്ട് അവിടെ ചക്കയിലിടാൻ വേണ്ടിയിട്ട്. അതില്ലാതെ നമുക്ക് ചെയ്യട്ടോ. മുതിര വേവിക്കുന്ന വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടു പോയിട്ടാ. അപ്പോൾ മുതിര ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇനി അതിനുശേഷം നമുക്ക് നാളികേരം ക്രഷ് ചെയ്ത് വെച്ചില്ലേ, അതും കൂടി ഇട്ട് കൊടുക്കണം. മുതിര നിർബന്ധമൊന്നുമില്ല, വീട്ടിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് വെറും ചക്ക വെച്ചിട്ട് തന്നെ അങ്ങനെ ഉണ്ടാക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇനി നമുക്ക് നാളികേരം ക്രഷ് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കണം കേട്ടോ. അപ്പോഴാണ് നാളികേരം കൂടി അതിലേക്കൊന്ന് സെറ്റായിട്ട് വരുള്ളൂ. കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ചക്ക കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. നിങ്ങളെങ്ങനെ ഉണ്ടാക്കണമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഉണ്ടാക്കണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുമോ? അപ്പോൾ നമുക്കും അറിയാമല്ലോ. ഞാനിങ്ങനെ ഉണ്ടാക്കുക, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അങ്ങനെ ഇടിച്ചക്ക ഉണ്ടാക്കിയാൽ. നല്ല എല്ലാ ഭാഗവും നല്ലോണം ഒന്ന് മിക്സായിട്ട് സെറ്റായിട്ട് വരട്ടെട്ടാ. എന്നാലാണ് നമ്മളെ ഇടിച്ചക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അല്ലേ, എല്ലായിടത്തൊക്കെ ഒന്ന് മിക്സായിട്ട് വരുമ്പോൾ. ഇനിയിപ്പോൾ നമുക്ക് മുതിരയും ഇടിച്ചക്കയും കൂടി ഒരുമിച്ച് വേവിക്കുകയൊക്കെ ചെയ്യട്ടോ. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനൊന്ന് പിറുപിറുന്നനാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സെപ്പറേറ്റ് എടുത്തത്, വെള്ളമില്ലാതെ കിട്ടാൻ വേണ്ടിയിട്ടേ. അപ്പോൾ ഇത് അടിപൊളി തോരനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചോറിന് കഴിക്കാൻ ഏറ്റവും ബെസ്റ്റാണ്. ഒരു 5 മിനിറ്റ് ഒന്ന് അങ്ങനെ കിടന്നിട്ട് സ്ലിമ്മിൽ കിടന്നിട്ട് ഒന്ന് വേവട്ടെ. കണ്ടില്ലേ? അപ്പോൾ ഇതാ നാളികേരമൊക്കെ അതിലൂടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി തോരനായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചോറുണ്ണാൻ വേറെ ഒന്നും വേണ്ട അല്ലേ, ഇതന്നെ ധാരാളമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തോളൂ കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇതേ ഇടിച്ചക്കട തോരൻ സെറ്റായിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ, എങ്ങനെ ഉണ്ട് നോക്കി നോക്കിയാലോ. അപ്പോൾ അതാ ഞാൻ കഴിക്കാൻ പോവുകയാണേ. നല്ല അടിപൊളി ആയിട്ടാട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. അപ്പോൾ ഇതാ ഇടിച്ചക്ക നിങ്ങൾ ഇതുപോലെ അല്ല ഉണ്ടാക്കിയിട്ടുള്ളത് വെച്ചാൽ ഇനി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടാ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നോട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.